എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഇതെന്താ RS7 എന്ന് പറഞ്ഞ് എല്ലാവരും സ്പാം ചെയ്യണേ? അതെന്താ സംഭവം ഗൈസ്? അതെന്താ സംഭവം ഗൈസ്? എല്ലാവർക്കും വെൽക്കം സ്ട്രീം. വന്നു എനിക്ക് വന്നു ഷേക്കിന്റെ ന്യൂ ഗാങ്. ഓക്കെ. അതിന്റെ പേര് അയ്യോ, അതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? റാസ്യൂസ് എന്ന് അങ്ങനെ എന്തോ അല്ലേ ഷേക്ക് പറഞ്ഞായിരുന്നത്? റാസ്യൂസ് എന്ന് എന്തോ ആണെന്ന് തോന്നുന്നു. റാസ്യൂസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഗൈസ് എല്ലാവർക്കും വെൽക്കം. അസ്യൂസ് അല്ലടാ, റാസ്യൂസ്. അണ്ണാ 2 വേർഡ്സ് കൂടെ 3D പ്രിന്റർ. 3D പ്രിന്റർ ഇന്ന് ഫുള്ള് സർവീസ് എല്ലാം ചെയ്ത് ശരിയാക്കി എല്ലാം ഇതാക്കി. ഇന്നോട്ട് ഞാൻ കുറച്ച് പരിപാടികൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഓൾറെഡി ഇപ്പോൾ ഒരെണ്ണം പ്രിന്റ് ചെയ്തിട്ടിരിക്കുക. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഗ്യാങ് ലിസ്റ്റ് നോക്ക്. പുതിയ ഗ്യാങ് ലിസ്റ്റ് പുതിയതും വന്നോ? എടാ ഒരുപാട് ഗ്യാങ്സ് വരുന്നുണ്ട് കേട്ടോ സിറ്റിയിൽ ഇനി അടിനാശം, വെള്ളപ്പൊക്കം, ബഹളമായിരിക്കും സിറ്റിയിൽ ഇനി. ഒരുപാട് ഗ്യാങ്സ് വന്നു ഗൈസ്. ഒരുപാട് പുതിയ ഗ്യാങ്സുകൾ വരുന്നുണ്ട് കേട്ടാ. ഇനി കുറച്ച് പ്രശ്നമായിരിക്കും കണ്ട. അതായതുകൊണ്ട് അതേ കണ്ട 500 ബ്രദേഴ്സ്, റാസ്യൂസ് 7, ലീഡർ ഷെയ്ഖ് നുഹ്മാൻ, കോ ലീഡർ മിന്നല്, കുറുപ്പിടന്നി, ബിലാല്, സൈമാലിക്ക്, ജോക്കർ, അലക്സ് ഡോർ, ചരണ്, കിഡു, സെൻഡെക്സ്, ദഗോഡ്, ഫ്ലഫി, പപ്പടം, വിപ്സി, പ്രണവ്, നോക്കിയ, ബ്ലേക്ക്, ജോഷുവ, ചാർലി ഡേവിഡ്സൺ, ഇക്രു, ടക്കായി, ഇസ്മായിൽ, റെക്സ്, അലൻ ഫ്രോസ്റ്റ്. MRCയിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് എല്ലാവരും തന്നെയാണ്. അവരിപ്പോൾ 2 ഗ്യാങ്ങായിട്ട് സ്പ്ലിറ്റ് ആയല്ലോ, നിങ്ങൾ കണ്ടില്ലേ ഓൾറെഡി. അപ്പോൾ ഒരു ഗ്യാങ് റാംബോ നടത്തുന്നു, ഒരു ഗ്യാങ് ഷെയ്ക്ക് നടത്തുന്നു. സോ ഇതാണ് അവരുടെ ഷെയ്ക്കിൻ്റെ പുതിയ ഗ്യാങ്. മറ്റേ ഗ്യാങ് മേളിൽ കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റേ ഗ്യാങ്ങാണ് മേളിലുണ്ടായിരുന്നു. മറ്റേ ഗ്യാങ് ഇതാണ് വാൽഹല്ല. റാംബോ ലീഡർ, രാജുഭായ് കോ ലീഡർ, അപ്പാപ്പൻ കോ ലീഡർ, അംബാൻ ബ്രോ, ചാപ്സ്, ഷിബു, DNL, സ്പീഡോ, ബോബി, കൂപ്പർ, ബുള്ള്, മാൽപ്രോ, CK മാരി, ജാസി, റയാൻ, കരിമീന്, റൊസാരിയോ, ഗെറ്റോ, തുരുമ്പ്, സൈക്ക്. ഇത്രയും പേരാണ്. മാക്ക് ഇല്ലെന്നോ? മാക്ക് ഉണ്ടല്ലോ. അത് ഷെയ്ക്കിന്റെ ഗ്യാങ്ങിലാണല്ലോ മാക്ക്. ഷെയ്ക്കിന്റെ ഗ്യാങ്ങിൽ കോ ലീഡറാണ്. ഇതേ ഉണ്ടല്ലോ മിന്നൽ മാക്ക് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതേ ഫോർ ദ വിന്ന. അത് നമ്മൾ കണ്ടായിരുന്നു. FTW ANB. ഇതേതാ? ഡെന്നിസൺ നാദർ അധോലോകം. DNA. പുതിയ ഗ്യാങ് ഒക്കെ വന്നേക്കണ. DNA ഡെന്നിസിയോൺ നാടാർ അധോലോകം. ഓക്കെ. ഹോട്ട് പിങ്ക് ബ്ലാക്ക് വൈറ്റ്. ബെല്ലാരിയുടെ അങ്ങനത്തെ ഒരു കളറല്ലായിരുന്നോ? അങ്ങനത്തെ ഒരു കളറല്ലായിരുന്നു. ഓൾഡ് ഗ്യാങ് ആണ്. DNA. ശരി, ഓൾഡ് ഗ്യാങ് അല്ലേ അത്? എല്ലാവരും ബ്ലാക്ക് വയലറ്റ്, ലൈം വൈറ്റ്. അതൊരു വെറൈറ്റി കളറാണ് കേട്ടോ. അത് കൊള്ളാം. ഗോൾഡ്, ബ്ലാക്ക്, ഗ്രേ. ഞാൻ TV തുടങ്ങിയ സമയത്ത് എനിക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. മനസ്സിലായ? കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഹർലിനിലൊക്കെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ ഇല്ലേ, ആ ഹർലിനിലൊക്കെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ സാധനം കൊണ്ടുവരണം എന്നായിരുന്നു എനിക്ക് ഗ്യാങ്ങിൻ്റെ ഒരു കളർ. പക്ഷെ പിന്നീട് നമ്മളത് ഡിസ്കഷനിൽ മാറി പോയതാ. ബ്ലാക്ക് ആൻഡ് ഗോൾഡ് റോയൽ ലുക്കാണോടാ. ബ്ലാക്ക് ആൻഡ് ഗോൾഡ് അത് നിങ്ങൾക്ക് അത് പറയുമ്പോൾ എത്രത്തോളം ഇതാണെന്ന് വെച്ചാൽ, പക്ഷേ ലുക്സ് വൈസ് വരുമ്പോൾ ഭയങ്കര കിടിലുമായിരിക്കും ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. നിങ്ങൾ ഈ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻസിലുള്ള ഡിസൈൻസ് എല്ലാം നോക്കിയാൽ മതി. ഭയങ്കര റിച്ച് ആൻഡ് റോയൽ ലുക്ക് ആയിരിക്കും. കാരണം സിനിമാറ്റിക്സ് കാണുന്നത്. എന്ത് സിനിമാറ്റിക്സ്? ആരുടെ സിനിമാറ്റിക്സ്? അതെ, ആരുടെ സിനിമാറ്റിക്സ്? ഓൾവേസ് റെഡ്. എടാ ഓക്കെ, നമ്മളതിപ്പം TV തുടങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ ഒരു കളറായിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയണത് പോലെ ലൈക്ക് അത് അങ്ങനെ വരുന്നേനെ. മനസ്സിലായ? നമ്മളത് തുടക്കം തൊട്ടേ നിങ്ങളത് കണ്ടു വന്നോണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് അങ്ങനെ ഇരിക്കണേ. ആ സാധനം നമ്മൾ അന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഞാൻ അന്ന് വിചാരിച്ചിരുന്ന കളർ അതായിരുന്നു സത്യം പറഞ്ഞ. പക്ഷേ അത് നമുക്ക് ആ സമയത്തൊന്നും ഈ പറയണത് പോലെ മറ്റേ ലിവറി അങ്ങനെ ഒന്നും വലുതായിട്ട് ചെയ്യാനുള്ള ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. മനസ്സിലായോ? MRCയുടെ പുതിയ ഗ്യാങ്ങിന്റെ അവരുടെ സിനിമാറ്റിക്സോ അത് നമുക്ക് കാണണം. ഇനി അത് അടുത്ത ഈ പ്രശ്നമാവും. വെറുതെ ഒരു പുതിയ തുടക്കമല്ലേ അവര്. വെറുതെ എന്തിനാ നമ്മൾ തുടക്ക സമയത്ത് ഇതാക്കണേ? അലോയ്സ്. അതാ എന്റെ വണ്ടിയുടെ എല്ലാ അലോയ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. BMW അല്ല, സെൽട്ടോസിന്റെ അലോയ് ഗോൾഡ് ആണ്, താറിന്റെ അലോയ് ഗോൾഡ് ആണ്. എനിക്കത് ഭയങ്കര ഫേവറേറ്റ് കളറാ.
വേണ്ട വേണ്ട അതാ ഞാൻ പറഞ്ഞ കേസ് നിങ്ങൾ പോയി കാണും, നിങ്ങൾ അല്ലാതെ പോയി കാണും, അതായിരിക്കും ഏറ്റവും നല്ലത്. വെറുതെ അവരിനി പുതിയതായിട്ടൊരു ഗ്യാങ് തുടങ്ങുകയാണ്. എന്റെ ഇതിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നം അതാവും. വെറുതെ എന്തിനാണ് അവർ നല്ലൊരു തുടക്കം അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ തുടങ്ങി വരട്ടെ, നമുക്ക് സിറ്റിക്കകത്ത് സിറ്റുവേഷൻ ആകുമ്പോൾ സംസാരിക്കാം. വെറുതെ വെറുതെ അത് ശോകമാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്തായാലും അവർ ഇതാകട്ടെ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. നമ്മുടെ കൂട്ടത്തിൽ കുറെ പ്ലേയേഴ്സിന് ബാനാണ്. കുറച്ച് പേർക്ക്, ഏകദേശം 3-4 പേർക്ക് 4-5 ദിവസത്തേക്കൊക്കെ ബാനാണ്. ഈ സ്നൈപ്പിന്റെ ബാൻ മാറിയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും കുറച്ച് പേർക്ക് നമ്മുടെ കൂട്ടത്തിൽ എന്തായാലും ബാനാണ്. കുറച്ച് ദിവസത്തേക്ക് കളിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. കുറച്ച് 2-3 ദിവസത്തേക്ക് PvP ഉണ്ടാവില്ല. അതിൻ്റെ അടുത്തത് നമുക്ക് ഈ പറയണതുപോലെ എന്താ ടർഫായിരിക്കും. ഇനിയുള്ളൊരു PvP സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടർഫായിരിക്കും. അപ്പോൾ വേറെ PvP ഒന്നും നമുക്ക് അങ്ങനെ അധികം ഉണ്ടാവില്ല കുറച്ച് ദിവസത്തേക്ക്. സ്നൈപ്പിനെ മാറിയല്ലേ? ആ ഓക്കെ ഓക്കെ, സ്നൈപ്പിനെ മാറിയെങ്കിൽ ബാക്കി ഇനി സ്റ്റീവിന് കണ്ണാപ്പിക്ക് പിന്നെ വേറെ ആർക്കാണ്? വേറെ സ്റ്റീവ്, കണ്ണാപ്പി, നീലിനുണ്ടെന്ന് തോന്നുന്നു. നീലിനുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. സ്നൈപ്പിന് റെസ്ട്രിക്ഷൻ ആണ്, ബാൻ അല്ല. ഇത് ഇവർക്കൊക്കെയാണ് ബാൻ ഉള്ളത്. അറിഞ്ഞൂടാ എന്താണെന്ന്. നീലിനില്ല അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പം